ഈ പഠനത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞ സാധനം ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല. ബേസിക്കലി കാര്യം നമ്മളൊക്കെ ആ ഒരു രൂപത്തിനാണല്ലോ പോയത്. അൻസാർ അല്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴതല്ല, ഇപ്പോൾ കുട്ടികൾ പഠനത്തിൻ്റെ ഒരു പ്രഷറുണ്ട് എന്നൊക്കെ ഒരു പുതിയൊരു ടേംസൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ പഠന സമ്മർദ്ദം കുറയ്ക്കാൻ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും ഒരു കാര്യം? നമ്മൾ ഇപ്പോഴാണ് അങ്ങനത്തെ വേർഡുകൾ കേൾക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് പഠനത്തിൻ്റെ ഭയങ്കര പ്രഷറുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ പിള്ളേരുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പാരൻസും ഒരുപക്ഷെ പലപ്പോഴും കേട്ടേക്കുന്ന ഒരു കാര്യമായിരിക്കാം. അങ്ങനെ കേൾക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? അത് ആ ഒരു പ്രഷർ പെട്ടെന്ന് കുറക്കാൻ പറ്റിയ പ്രഷറല്ല. അല്ല, ഫോർ എക്സാമ്പിൾ 8, 9 സീരിയസ് ആയിട്ട് പഠിക്കാത്ത കുട്ടിയെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് പ്രഷറാക്കിയിട്ട് കാര്യമില്ല. കാരണം 8ലും 9ലും ആ കുട്ടി പഠിക്കാതെ 10ലേക്ക് വരുമ്പോൾ 3 കൊല്ലത്തത് 1 വർഷം കൊണ്ട് പഠിക്കണം. അപ്പം സിലബസ് ഉണ്ടാക്കിയ ആളുകളൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തൊരു കാര്യം ഒറ്റ ഷോർട്ട് ടൈമിൽ ആ കുട്ടിയുടെ തലച്ചോട്ടിലേക്ക് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ എന്തെയില്ല, പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രഷർ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കലി ഉണ്ടാകുന്ന പ്രഷർ ഒരു കാരണവശാലും പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ സംഗതികളല്ല. അത് ചെറിയ പ്രായം തൊട്ടേ അവർ ചെയ്യേണ്ട വർക്കുകളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വലുതായി വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ ലാസ്റ്റ് സമയത്തൊക്കെ ഞാൻ ഒരുപാട് കുട്ടി, ഇപ്പം ഇന്നലെ എൻ്റെ ക്യാബിനിലൊക്കെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് പറഞ്ഞ കാര്യം ജെയിൻ്റെ റിസൾട്ടൊക്കെ വന്നു, നല്ലോണം പഠിക്കുന്നുണ്ട് സാറേ, മാർക്ക് കിട്ടണില്ല എന്ന്. അപ്പോൾ ചോദിക്കുമ്പോൾ ഹയർ സെക്കൻഡറിക്ക് മാർക്ക് കുറവാണ്, +1 +2 വേണ്ടത്ര പഠിച്ചിട്ടില്ല, റിപ്പീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ +1 പ്രഷർ കൂടും. അപ്പോൾ സങ്കടവും വിഷമമൊക്കെ വരും. ആ കുട്ടി ഒന്നിനും കഴിയാത്ത ഒരാളാണ് ചിലപ്പോൾ ആ കുട്ടിക്ക് തന്നെ തോന്നിപ്പോവാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ഷോർട്ട് ടൈം സംഗതികളല്ല. ചെറിയ മക്കളൊക്കെ, ഞാൻ വലിയ ആളുകളെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷെ വളർന്നു വരുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതാത് വർഷങ്ങളിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് നാഷണലൈസ്ഡ് കോളേജിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജിൽ പോകണമെങ്കിൽ എന്തായാലും +2 എൻട്രൻസ് എക്സാം ഉണ്ടാവും. +2 മാർക്ക് വെച്ചിട്ടാവില്ല അവർക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ആ എൻട്രൻസിന്റെ ഫൗണ്ടേഷൻ ഈവൻ മിനിമം ഒരു 8ാം ക്ലാസ് എന്നെങ്കിലും എന്ത് ചെയ്യണം, കൊടുത്തു തുടങ്ങണം. അല്ലാതെ +2 വരെ നിങ്ങൾ സാധാരണ ഒരു സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് +2 കയ്യിൽ ഒരു 98%, 95% മാർക്ക് വാങ്ങി അതുകൊണ്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ ചേർത്ത് അപ്പം തന്നെ എൻട്രൻസ് കിട്ടുമെന്നുള്ള തെറ്റായ ധാരണ ഒഴിവാക്കണം. കാരണം ഓരോ വർഷങ്ങളിലും എൻട്രൻസ് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ലോൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 2 90s എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരുപാട് റീൽസൊക്കെ കാണാറുണ്ട്. 90കളിലുള്ള ആളുകൾ, 2000-ന് ശേഷമുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ചുകളാണ്. പാരൻസ് വേറൊരു തലമുറയും മക്കള് വേറൊരു അതന്നെയാണ് നമ്മൾ തന്തവൈബ് എന്നാ പറയാ. അപ്പം രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഒരു കുട്ടികൾ കുറച്ചും കൂടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ല, വാണി പഠിച്ചോട്ടെ എന്ന് ചോദിക്കും. ഇപ്പൊ അങ്ങനെ രക്ഷിതാക്കൾക്ക് പഠനത്തിന്റെ മൂല്യം അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അൻസറെ ഞാൻ ആദ്യമേ ചോദിച്ചത്, നമ്മളൊന്നും ഈ പ്രഷർ എന്ന് പറഞ്ഞൊരു വേർഡ് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ പ്രഷർ ആവാനുള്ള കാരണം അതാണ്, രക്ഷിതാക്കൾക്ക് മക്കൾ പഠിക്കണം. കാരണം രക്ഷിതാക്കൾ പഠിക്കാത്ത കാരണം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ മക്കൾക്ക് വരരുത് വെച്ചിട്ട് അവർ മാക്സിമം എങ്ങനെങ്കിലും പൈസ സ്വരൂപിച്ചിട്ട് പഠിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് മക്കൾ എത്തുന്നില്ല എന്നുള്ളതും ചില രക്ഷിതാക്കൾ വളരെ വിഷമത്തിലാക്കും. അപ്പൊ അതൊരു വാക്കുകളിലൂടെ മറ്റു രീതിയിലൊക്കെ പ്രഷറായിട്ട് മക്കൾക്ക് മാറും. അപ്പൊ മക്കൾക്ക് നിങ്ങൾ ഒരിക്കലും പ്രഷർ കൊടുക്കരുത്, അല്ലേ? പ്രഷർ കൊടുക്കരുതെന്നല്ല, പ്രഷർ എന്തായാലും ഉണ്ടാകും. കോമ്പറ്റീഷൻ ഫീൽഡാണ്, എന്തായാലും പ്രഷർ ഉണ്ടാവും. പക്ഷെ അത് അതാത് സമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രഷർ കുറക്കാൻ സാധിക്കും. ഇല്ലാത്തൊരു ലോകമില്ല. 10ാം ക്ലാസ്സിൽ A+ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാരന്റ്, അവൻ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ പിറ്റേ ദിവസമല്ല അവനെ പഠിപ്പിക്കേണ്ടത്. അവൻ 5ാം ക്ലാസ് മുതലോ 6ാം ക്ലാസ് മുതലോ ആ ലെവലിലേക്ക് അവനെ കൊണ്ടുപോകും. ഓരോ വർഷങ്ങളും അതാത് പഠിക്കേണ്ട കാര്യം കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്ന് രക്ഷിതാക്കളും ടീച്ചേഴ്സും ഉറപ്പുവരുത്തുക. അതല്ലാതെ വെറുതെ പ്രഷറിനെ കുറ്റപ്പെട്ട് കാര്യമില്ല. എന്തായാലും ഉണ്ടാവുമല്ലോ, എല്ലാ മക്കൾക്കും പഠിക്കണം. പണ്ട് 100 കുട്ടികളുടെ 10 കുട്ടികൾ പഠിക്കും. ആ 10 കുട്ടികൾക്കുള്ള ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ 100 കുട്ടികളുടെ 100 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ 100 ആൾക്കുള്ള ജോലി ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ കഴിവുള്ളവന് കിട്ടും. കഴിവുള്ളവൻ പറഞ്ഞാൽ ഈ പ്രഷറൊക്കെ ബാലൻസ് ചെയ്ത് ഈ പ്രഷറൊക്കെ അനുഭവിച്ച് ഒരു പ്രയാസമില്ലാതെ ഏറ്റവും ഫൈനൽ പോയിന്റിലേക്ക് എത്തിയ ആളുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും.